നിമിപ്പോൾ എക്സൈസിന് പിന്നാലെ കൊച്ചി പോലീസും കാര്യമായിട്ടുള്ള പരിശോധന ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിയതിന്റെ തെളിവാണ് ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നടന്നിരിക്കുന്ന പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 പേരടങ്ങുന്ന സംഘം അവിടെ ലഹരി ഉപയോഗിക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി പോലീസ് അവിടെ എത്തുന്നത്. ആ സമയം 9 പേരിൽ നിന്ന് ഇപ്പോൾ 7 ഗ്രാമിനടുത്ത് കഞ്ചാവ് പിടികൂടി. ആ കഞ്ചാവ് എന്ന് പറയുന്നത് വളരെ താരതമ്യേന കുറവാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ യുവ സംവിധായകരിൽ നിന്ന് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവിനോടും അത്ര തന്നെ കുറവുള്ള ഒരു അളവാണ്. കൂടുതൽ നടപടികളിലേക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് സ്ഥിരമായി ഇവിടേക്ക് കഞ്ചാവ് എത്തുന്നു. ഇവർ 9 പേരടങ്ങുന്ന സംഘം ഉപയോഗിക്കുന്നു. അതെല്ലാം ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. ഇവരിലേക്ക് എങ്ങനെയാണ് ഈ കഞ്ചാവ് എത്തിയത്, ആ സ്ഥലം, ഫ്ളാറ്റ് അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുമെന്നാണ് തൃപ്പൂണിത്തുറ പോലീസ് വ്യക്തമാക്കുന്നത്. ഹിൽ പാലസ് പോലീസാണ് ഇനി തുടർ നടപടിയെടുക്കുക. ഇപ്പോൾ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിലാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുക. പക്ഷേ എങ്കിൽ പോലും തുടർന്നൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് തൃക്കാക്കര ACP. നമുക്കറിയാം, യുവതലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു സ്വതന്ത്ര സംഗീതത്തിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളി. തൃശൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിനൊന്നും അറിവുണ്ടായിരുന്നില്ല ഇത്ര അധികം ആൾക്കാർ അവിടേക്ക് വരുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തിനടക്കം വലിയ തോതിൽ യുവാക്കളടക്കുന്ന സംഘം അവിടേക്ക് എത്തി. 15,000-ലധികം ആൾക്കാർ കനകക്കുന്നിലെ നിശാഗന്ധിയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഈ വേടന്റെ പരിപാടിക്ക് വിചാരിച്ചിലധികം ആൾക്കാർ എത്തിയതോടെ ഒരു ആൾക്കൂട്ടം കൂടിയതോടെ വലിയ അപകടം ഉണ്ടാകുന്ന ഒരു ആശങ്കയിൽ പോലീസ് പകുതിക്ക് വെച്ച് ആ പരിപാടി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും, ഇപ്പോൾ സാധാരണ നമ്മൾ സമാന്തരമായിട്ട് കാണുന്ന ഒരു സ്വതന്ത്ര സംഗീതത്തിന്റെ ഏറ്റവും വലിയൊരു വക്താവ് തന്നെയാണ് വേടൻ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അത്രയും യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു